നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുറ്റസമ്മത മൊഴിയുമായി ഭർത്താവായ പ്രതി. ഭാര്യയെ വെട്ടിക്കൊല്ലാൻ കാരണം സമൂഹ മാധ്യമങ്ങളിലെ അമിത ഇടപെടലാണ് എന്ന് വിഷ്ണുനാഥ് മൊഴി നൽകി. സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. യൂട്യൂബറായ ഭാര്യ പലർക്കും മെസ്സേജുകൾ അയക്കുന്നുണ്ടെന്ന് താൻ സംശയിച്ചിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി. ഇവർക്കിടയിൽ ചാറ്റുകളെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രതി പറയുന്നു. കൊലപാതക ദിവസം രാവിലെയും തർക്കമുണ്ടായിരുന്നു. ഭാര്യ തന്നെ ഉപേക്ഷിച്ച് മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ എന്ന സംശയമായിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നത്. കൊലപാതകം ആസൂത്രിതമാണെന്നാണ് പ്രതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രതി വാക്കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നു. പ്രതി വിഷ്ണുനാഥിനെ പാറശാല പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച രാത്രിയുണ്ടായ വഴക്കിനെ തുടർന്നാണ് ഞായറാഴ്ച രാവിലെയും തർക്കമുണ്ടായത്. ഞായർ രാവിലെ 9:30-ക്കാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ വെട്ടുകത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടിയാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് പറയുന്നു. ഈ സമയം വിഷ്ണുനാഥും സഹോദരനും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുറിയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു അൽമ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. PSC കോച്ചിംഗ് സെന്ററിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു വിഷ്ണുനാഥ്. വെള്ളറടയ്ക്കടുത്ത അഞ്ചുമരക്കാല സ്വദേശിനിയാണ് അൽമ. 9 വർഷം മുൻപ് പ്രണയവിവാഹിതരായ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇതിന്റെ പേരിലും അസ്വസ്ഥരായിരുന്നു ഇവർ രണ്ടുപേരും. നാട്ടുകാരുമായി അയൽക്കാരുമായും അധികം അടുപ്പം പുലർത്തിയിരുന്നില്ല ഇവർ രണ്ടുപേരും. സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു. പൂച്ചകളെ വളർത്തുന്നതിലും അവയുടെ വിശേഷങ്ങൾ വീഡിയോകളായി പങ്കുവെക്കുന്നതിലും പ്രത്യേക താല്പര്യമുണ്ടായിരുന്ന അൽമയ്ക്ക് ഫേസ്ബുക്കിൽ വലിയൊരു സൗഹൃദ വലയം തന്നെ ഉണ്ടായിരുന്നു. ഭർത്താവിനൊപ്പമുള്ള യാത്രകളുടെ ചിത്രങ്ങളും വീഡിയോകളും അൽമ സ്ഥിരമായി പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അൽമയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് വിഷ്ണു പൂർണ്ണ പിന്തുണയാണ് നൽകിയിരുന്നത്. ഫേസ്ബുക്കിൽ നിന്നും തനിക്ക് ഈ ടാലന്റ് ബാഡ്ജ് ലഭിച്ചതിനെ കുറിച്ചുള്ള സന്തോഷം പങ്കുവെച്ചായിരുന്നു അൽമയുടെ അവസാന പോസ്റ്റ് വന്നത്. എന്നാൽ പിന്നീടാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് വീട്ടുകാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ 24 മണിക്കൂറും ഫോണിൽ മാത്രം ചില സമയം ചിലവഴിക്കുകയും ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാതെ വരികയും ചെയ്തപ്പോൾ ഭർത്താവിന് ഇതിന്മേലൊരു സംശയം രൂപപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ആ സംശയം മനസ്സിൽ കിടന്ന് വളർന്നാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ നയിക്കാനുള്ള കടുത്ത പകയായി മാറിയത് എന്ന ഭർത്താവ് തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഭർത്താവിന്റെ വാക്കുകൾ എല്ലാവരും പോലീസും അടക്കമുള്ളവർ കേട്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇയാളുമായി ആ വീട്ടിലേക്ക് എത്തി തെളിവെടുപ്പൊക്കെ തന്നെ നടത്തും എന്നാണ് വ്യക്തമാകുന്നത്.